ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ജനാധിപത്യത്തോടും ബഹുസ്വരതയോടുമുള്ള പരസ്പര പ്രതിബദ്ധത ഇന്ത്യ പോളണ്ട് ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ പോളണ്ട് യുക്രൈൻ സന്ദർശനത്തിന് തുടക്കമായി. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13-കാരിക്കായി തിരച്ചിൽ ഊർജിതം. കുട്ടിയെ കണ്ടെത്തുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നുവരികയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ഇന്ന്. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്ന് മത്സരിക്കും. കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര റോബോട്ടിക്സ് റൌണ്ട് ടേബിൾ കോൺഫറൻസ് മറ്റന്നാൾ കൊച്ചിയിൽ നടക്കും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. ജനാധിപത്യത്തോടും ബഹുസ്വരതയോടുമുള്ള പരസ്പര പ്രതിബദ്ധത ഇന്ത്യയും പോളണ്ടും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യ യൂറോപ്പിലെ പ്രധാന സാമ്പത്തിക പങ്കാളിയാണ് പോളണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പോളണ്ടിലേക്കും യുക്രൈനിലേക്കുമുള്ള ഔദ്യോഗിക സന്ദർശനത്തിനായി യാത്ര തിരിക്കുന്നതിന് മുന്നോടിയായുള്ള പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ഇന്ത്യയും പോളണ്ടും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ 70ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ശ്രീ മോദിയുടെ പോളണ്ട് സന്ദർശനം. സന്ദർശനത്തിന്റെ ഭാഗമായി പോളണ്ടിലെ ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി പോളണ്ടിലേക്ക് യാത്ര തിരിച്ചത്. അതേസമയം പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കിയുടെ ക്ഷണപ്രകാരമാണ് താൻ യുക്രൈൻ സന്ദർശിക്കുന്നതെന്നും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈനിൽ നടത്തുന്ന ആദ്യ സന്ദർശനമാണ് ഇതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. യുക്രൈൻ സംഘർഷം സമാധാനപരമായി പരിഹരിക്കുന്നതിനും ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും പ്രസിഡന്റ് സെലൻസ്കിയുമായി നേരത്തെ നടത്തിയ സംഭാഷണങ്ങൾ വിപുലീകരിക്കുവാനുള്ള അവസരത്തിനായി താൻ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ഇന്ന്. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കും. അദ്ദേഹത്തെ കൂടാതെ രാജ്യസഭയിലേക്ക് മത്സരിക്കുന്ന 8 സ്ഥാനാർത്ഥികളുടെ പേരും ബിജെപി പ്രഖ്യാപിച്ചു. കെ സി വേണുഗോപാൽ രാജിവെച്ചതിനെ തുടർന്ന് ഒഴിവുവന്ന രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റിൽ കേന്ദ്രമന്ത്രി രവനീത് സിംഗ് ബിട്ടു മത്സരിക്കും. അടുത്ത മാസം 3-നാണ് തെരഞ്ഞെടുപ്പ്. ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കില്ല. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ അസം സ്വദേശിയായ 13-കാരിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി തുടരുന്നു. കുട്ടിയെ കണ്ടെത്തുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നുവരികയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. കേരള പോലീസും തമിഴ്നാട് പോലീസും റെയിൽവേ സുരക്ഷാ സേനയും ചേർന്ന് അസം സ്വദേശിയായ പെൺകുട്ടിക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. രാവിലെ 5:30 കുട്ടിയെ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടെന്ന ഓട്ടോ ഡ്രൈവർമാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കന്യാകുമാരി കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രധാനമായും തെരച്ചിൽ പുരോഗമിക്കുന്നത്. CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൂടാതെ തിരുവനന്തപുരം ചെന്നൈ ഭാഗങ്ങളിലേക്കുള്ള ട്രെയിനുകളിലും ബസ്സുകളിലും പരിശോധന നടത്തുന്നുണ്ട്. ഇന്നലെ ബംഗളൂരു കന്യാകുമാരി ട്രെയിനിൽ വെച്ച് കുട്ടിയെ കണ്ടതായി സഹയാത്രക്കാരി അറിയിച്ചിരുന്നു. അവർ കുട്ടിയുടെ ചിത്രം പകർത്തി പോലീസിന് കൈമാറിയിരുന്നു. കഴക്കൂട്ടത്ത് താമസിക്കുന്ന അസം സ്വദേശികളുടെ മകളെയാണ് ഇന്നലെ രാവിലെ 10 മണി മുതൽ കാണാതായത്. സഹോദരിയുമായി വഴക്കുണ്ടാക്കിയതിന് അമ്മ കുട്ടിയെ ശകാരിച്ചിരുന്നു. പിന്നാലെ കുട്ടി വീട് വിട്ട് ഇറങ്ങുകയായിരുന്നു. ഗ്ലോബൽ ഫിനാൻസ് സെൻട്രൽ ബാങ്കർ റിപ്പോർട്ട് കാർഡ് 2024 തുടർച്ചയായി 2ാം തവണയും A+ റേറ്റിംഗ് നേടിയതിന് RBI ഗവർണർ ശക്തികാന്ത ദാസിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. RBIയിലെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിനും സാമ്പത്തിക വളർച്ചയും സുസ്ഥിരതയും ഉറപ്പാക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിനുള്ള അംഗീകാരമാണ് ഇതെന്നും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര റോബോട്ടിക്സ് റൌണ്ട് ടേബിൾ കോൺഫറൻസ് മറ്റന്നാൾ കൊച്ചിയിൽ നടക്കും. അന്താരാഷ്ട്ര തലത്തിലുൾപ്പെടെ ശ്രദ്ധേയമായിട്ടുള്ള 100-ലധികം കമ്പനികൾ കോൺഫറൻസിൽ പങ്കെടുക്കും. റോബോട്ടിക്സ് സാങ്കേതിക വിദ്യയിലൂന്നിയ വ്യവസായങ്ങൾ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് സംസ്ഥാനത്ത് പുതിയ വ്യവസായ നയം രൂപീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കടന്നുവരുന്ന സംരംഭങ്ങൾക്ക് മികച്ച ഇൻസെന്റീവുകളും സബ്സിഡികളും മറ്റ് സഹായങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമാക്കുമെന്ന് മന്ത്രി പി രാജീവ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. റോബോട്ടിക്സ് സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നൂതന റോബോട്ടിക് വാണിജ്യവൽക്കരണ ഗവേഷണ കേന്ദ്രം, ഹ്യൂമനോയിഡ് റോബോട്ട് ഗവേഷണ കേന്ദ്രം എന്നിവ സ്ഥാപിക്കുന്നതിന് സർക്കാർ ലക്ഷ്യമിടുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന 4 മത്സ്യത്തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു. അർദ്ധരാത്രിയോടെയാണ് സംഭവം. മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങിവരവെ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിയുകയായിരുന്നു. പ്രാദേശിക വാർത്തകളാണ് ഈ കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.
പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. അഞ്ചുതെങ്ങിൽ ശക്തമായ കാറ്റിലും മഴയിലും വീടിന്റെ മേൽക്കൂര പറന്നുപോയി. അഞ്ചുതെങ്ങ് വലിയ പള്ളിക്ക് സമീപമുള്ള മൈക്കിളിന്റെ വീടാണ് തകർന്നത്. ഇന്ന് വെളുപ്പിന് 3 മണിയോടെയായിരുന്നു സംഭവം. 3 പേരാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ശക്തമായ കാറ്റിൽ 10 മീറ്റർ അകലെയാണ് മേൽക്കൂര പതിച്ചത്. മഴയിൽ വീട്ടുപകരണങ്ങളും നശിച്ചു. വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളിലൊന്നായ ഇടുക്കി ഉപ്പുകുന്ന് വ്യൂ പോയിന്റിൽ സന്ദർശക തിരക്കേറി. ഇടുക്കി ഡാം മുതൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് വരെ ഒറ്റ ഫ്രെയിമിൽ കാണാം എന്നതാണ് ഇവിടത്തെ പ്രത്യേകത. ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നോക്കെത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന മലനിരകളും പുൽമേടുകളും ഉൾപ്പെടെ ദൂരക്കാഴ്ചകളുടെ പറുദീസയാണ് ഉപ്പുകുന്ന് വ്യൂ പോയിന്റും പരിസരങ്ങളും. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ മലങ്കര ഡാം, തൊടുപുഴയാർ, തുമ്പിച്ചി, ഇലവീഴാപ്പൂഞ്ചിറ മലനിരകൾ എന്നിവയും പിന്നിട്ട തെളിഞ്ഞ അന്തരീക്ഷമെങ്കിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് വരെ നീളും. വ്യൂ പോയിന്റിന് സമീപത്തായുള്ള മുറങ്കട്ടിപ്പാറ, ഇരികല്ലുംപാറ എന്നിവിടങ്ങളിൽ നിന്നും കാഴ്ചകൾ ആസ്വദിക്കാം. ഒട്ടുമിക്ക സമയങ്ങളിലും വീശിയടിക്കുന്ന കോടമഞ്ഞും തണുത്ത കാറ്റും ഇവിടുത്തെ പ്രത്യേകതയാണ്. തൊടുപുഴയിൽ നിന്നും 30 കിലോമീറ്റർ അകലെ ഉടുമ്പന്നൂർ പഞ്ചായത്തിലാണ് ഉപ്പുകുന്ന് വ്യൂ പോയിന്റ്. നിർദ്ദിഷ്ട മൂവാറ്റുപുഴ തേനി സംസ്ഥാനപാത ഇതിലൂടെയാണ് കടന്നുപോകുന്നത്. ഉപ്പുകുന്നിൽ നിന്നും 8 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ കുളമാവ് ഡാമിലെത്താം. നിരവധി സഞ്ചാരികളാണ് ദിവസേന ഇവിടേക്കെത്തുന്നത്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് പോഷകാഹാര അവബോധ സെമിനാർ വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നാളെ സംഘടിപ്പിക്കും. ICDSന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന സെമിനാർ പ്രശസ്ത എഴുത്തുകാരി റോസ് മേരി ഉദ്ഘാടനം ചെയ്യും. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിന്റെ 9ാം പതിപ്പിന്റെ വേദികൾ ബംഗ്ലാദേശിൽ നിന്ന് UAEയിലേക്ക് മാറ്റി. എന്നാൽ ലോകകപ്പിന്റെ ഔദ്യോഗിക ആതിഥേയരായി ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് തുടരും. ഒക്ടോബർ 3 മുതൽ 20 വരെ UAEയിലെ ദുബായ്, ഷാർജ എന്നീ 2 വേദികളിലായാണ് ടൂർണമെന്റ് നടക്കുക. ബംഗ്ലാദേശിലെ നിലവിലുള്ള സംഘർഷ സാഹചര്യം പരിഗണിച്ചാണ് തീരുമാനം. ഇന്ന് ഭീകരവാദത്തിന് ഇരയായവരുടെ സ്മരണയ്ക്കായുള്ള അന്താരാഷ്ട്ര ദിനം. ഭീകരവാദത്തിന് ഇരയായവരെ സംരക്ഷിക്കുവാനും അവരുടെ അവകാശങ്ങളെ മാനിക്കാനും ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടമായവരെ അനുസ്മരിക്കുവാനും ആണ് ദിനം ആചരിക്കുന്നത്. 2017 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയാണ് തീവ്രവാദത്തിന്റെ ഇരകളായവരോടുള്ള അനുസ്മരണാർത്ഥം ഈ ദിനം ആചരിക്കാൻ തീരുമാനിച്ചത്. ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10-ന് അടയ്ക്കും. തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഇന്നലെ സന്നിധാനത്ത് സഹസ്ര കലശ പൂജ നടന്നു. നട തുറന്ന ദിനം മുതൽ പ്രതികൂലമായ കാലാവസ്ഥയിൽ പോലും നല്ല തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. അടുത്ത മാസം 7 മുതൽ 9 വരെ നടക്കുന്ന ഗണേശോത്സവം ആർഭാടരഹിതമായി ആഘോഷിക്കാൻ തീരുമാനിച്ചതായി കണ്ണൂർ ഗണേശ സേവാ കേന്ദ്രം പ്രസിഡന്റ് KV ജയരാജൻ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികൾ പരിമിതപ്പെടുത്തിയതായും പരിപാടികൾക്കായുള്ള തുക ദുരിതാശ്വാസത്തിനായി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 57 പോയിന്റ് നഷ്ടത്തിൽ 80,745-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 17 പോയിന്റ് നേട്ടത്തിൽ 24,716-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കൂടി. പവന് 400 രൂപ വർദ്ധിച്ച് 53,680 രൂപയും ഗ്രാമിന് 50 രൂപ കൂടി 6,710 രൂപയുമാണ് ഇന്നത്തെ വില. പേൾസ് അഗ്രോടെക് കോർപ്പറേഷൻ ലിമിറ്റഡിൽ നിക്ഷേപം നടത്തിയവരുടെ ബാധ്യത തീർത്ത് തരണമെന്ന് നിക്ഷേപകരുടെ കൂട്ടായ്മ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 5,80,00,000-ൽ പരം നിക്ഷേപകരിൽ ചെറുകിട നിക്ഷേപകരായ 1,54,00,000 പേർക്ക് മാത്രമേ ഇതുവരെ നിക്ഷേപം ഭാഗികമായി തിരിച്ചു നൽകിയിട്ടുള്ളൂവെന്ന് കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു. നാളെ വഞ്ചനാ ദിനമായി ആചരിക്കുമെന്നും കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തുമെന്നും സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പറഞ്ഞു. വനിതാ കമ്മീഷൻ ജില്ലാതല മെഗാ അദാലത്ത് കണ്ണൂരിൽ ആരംഭിച്ചു. കളക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് P. കുഞ്ഞായിഷയുടെ നേതൃത്വത്തിലാണ് അദാലത്ത് നടക്കുന്നത്. ഇടുക്കി ജില്ലാതല മെഗാ അദാലത്ത് നാളെ രാവിലെ മുതൽ കുമളി വ്യാപാരി ഭവനിൽ നടക്കും. എലിപ്പനിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് പൊതുജനങ്ങൾക്കായി റീൽസ് രചനാ മത്സരം സംഘടിപ്പിക്കുന്നു. എലിപ്പനി രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശം ഉൾക്കൊള്ളുന്ന റീൽസുകൾ തയ്യാറാക്കാൻ സാധിക്കുന്ന സ്ക്രിപ്റ്റാണ് മത്സരത്തിനായി സമർപ്പിക്കേണ്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യത്തോടും ബഹുസ്വരതയോടുമുള്ള പരസ്പര പ്രതിബദ്ധത ഇന്ത്യ പോളണ്ട് ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ പോളണ്ട് യുക്രൈൻ സന്ദർശനത്തിന് തുടക്കമായി. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13-കാരിക്കായി തിരച്ചിൽ ഊർജിതം. കുട്ടിയെ കണ്ടെത്തുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നുവരികയാണെന്ന് മന്ത്രി V. ശിവൻകുട്ടി. രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ഇന്ന്. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്നും മത്സരിക്കും. കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര റോബോട്ടിക്സ് റൌണ്ട് ടേബിൾ കോൺഫറൻസ് മറ്റന്നാൾ കൊച്ചിയിൽ നടക്കും.
സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.